ക്യാൻസർ വരാതിരിക്കാനുള്ള മാർഗങ്ങളുണ്ട്. അതിനായിട്ടുള്ള 17 മാർഗങ്ങളുണ്ട്. പക്ഷേ അതിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ അറിയണം, നിങ്ങൾക്കും എനിക്കും ക്യാൻസർ വരാം. കാരണം കണക്കുകൾ പറയുന്നത് 9-ൽ ഒരാൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യതകൾ ഉണ്ടെന്നാണ്. ആ ഒരാൾ നിങ്ങളോ ഞാനോ ഒക്കെ ആകാം. അതുകൊണ്ട് തന്നെയാണ് ICMR പുറത്തുവിട്ട ഈ 17 മാർഗനിർദ്ദേശങ്ങൾക്ക് പ്രാധാന്യം അർഹിക്കുന്നത്. നമസ്കാരം, ഞാൻ സുനിൽ പ്രഭാകരൻ. എത്നിക് ഹെൽത്ത് കോഡിലേക്ക് സ്വാഗതം. ICMR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് സെൻറ്റർ, ഇന്ത്യക്കാർക്കായി, ഒന്നുകൂടി എടുത്തു പറയട്ടെ, നമ്മൾ ഇന്ത്യക്കാർക്കായി പുറത്തിറക്കിയ 17 മാർഗനിർദ്ദേശങ്ങൾ, 17 ഡയറ്ററി ഗൈഡ് ലൈൻസ്. ഇത് ക്യാൻസർ, കിഡ്നി രോഗങ്ങൾ, മറ്റു ജീവിതചര്യ രോഗങ്ങൾ, അതായത് ഡയബറ്റീസ്, കൊളസ്ട്രോൾ മുതലായ രോഗങ്ങളെ അകറ്റി നിർത്താൻ സഹായിക്കുന്ന 17 മാർഗനിർദ്ദേശങ്ങളാണ്, 17 ഡയറ്ററി ഗൈഡ് ലൈൻസ്. നമുക്ക് നോക്കാം, നമുക്ക് മനസ്സിലാക്കാം ആ 17 ഡയറ്ററി ഗൈഡ് ലൈൻസ്. 1, ഡയറ്റിൽ ഈ ഭക്ഷണങ്ങൾ ശീലമാക്കുക. അതായത് പച്ചക്കറികൾ, പഴങ്ങൾ, പച്ച ഇലകൾ, വേരുകൾ, കിഴങ്ങു വർഗ്ഗങ്ങൾ തുടങ്ങിയവ. 2, ഗർഭിണികളെ ആയിരിക്കുന്ന സമയത്ത്, മുലയൂട്ടുന്ന സമയത്തും കൃത്യമായ ഭക്ഷണക്രമം ശീലമാക്കുക. അതായത് ഇരുമ്പ്, ഫോളിക് ആസിഡ്, B12, അയഡിൻ, ലോങ് ചെയിൻ N3 പോളിക് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകൾ, ഇവ പ്രധാനമായും മീനുകളിലും കടൽ ഭക്ഷണങ്ങളിലുമാണ് കൂടുതലായിട്ട് കാണുന്നത്. ഇവ അടങ്ങിയ പോഷകങ്ങൾ കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 3, പ്രസവം കഴിഞ്ഞ സ്ത്രീകൾ ആദ്യത്തെ 6 മാസം നിങ്ങളുടെ കുട്ടികൾക്ക് മുലപ്പാൽ മാത്രം കൊടുക്കുന്നത് ഉറപ്പാക്കുക. 4, 6-ാം മാസം മുതൽ കുട്ടികൾക്ക് വീട്ടിൽ നിർമ്മിച്ച സെമി സോളിഡ് ഫുഡ്, അതായത് കട്ടി കുറഞ്ഞ ദ്രാവകങ്ങൾ കൂടുതലുള്ള ഭക്ഷണങ്ങൾ കൊടുത്തു തുടങ്ങുക. ഇവയിൽ എണ്ണക്കുരു, പരിപ്പ്, പാൽ, പച്ചക്കറികൾ, പഴങ്ങൾ, മാംസഭക്ഷണങ്ങൾ, മുട്ട അല്ലെങ്കിൽ പയർ, ചെറുപയർ, കിഡ്നി ബീൻസ്, പയർ, ഉഴുന്ന് തുടങ്ങിയ പയർ വർഗ്ഗങ്ങൾ ഉൾപ്പെടുത്താം. 5, കുട്ടികളിലും കൗമാരക്കാരിലും സമീകൃത ആഹാരം, അതായത് ബാലൻസ്ഡ് ഡയറ്റ് ശീലമാക്കുക. 6, ധാരാളം പച്ചക്കറികളും പയർ വർഗ്ഗങ്ങളും ശീലമാക്കുക. മൈക്രോ ഗ്രീൻസ് പോലെയുള്ള ഇളം ചെടികൾ, അതായത് മുളപ്പിച്ച് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ ഇളം ചെടികൾ, ഇലച്ചെടികൾ, ഇവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. 7, എണ്ണ, കൊഴുപ്പ് മിതമായ അളവിൽ ഉപയോഗിക്കുക. എണ്ണയുടെയും കൊഴുപ്പിൻ്റെയും അമിതമായ ഉപയോഗം കൊളസ്ട്രോൾ കൂടുന്നതിനും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകും. 8, ശരിയായ ഭക്ഷണക്രമത്തിലൂടെ മാത്രം പ്രോട്ടീൻ ശരീരത്തിലെത്തിക്കുക. അതായത് കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ മാത്രം പ്രോട്ടീൻ ശരീരത്തിന് നൽകുക. പ്രോട്ടീൻ സപ്ലിമെൻറ്റുകൾ, പ്രോട്ടീൻ പൗഡറുകൾ തുടങ്ങിയവ കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത്. 9, അമിതവണ്ണം തടയുന്നതിന് ആരോഗ്യക്രമങ്ങൾ ശീലമാക്കുക, പ്രത്യേകിച്ച് ഭക്ഷണക്രമങ്ങൾ. 10, നല്ല ആരോഗ്യം നിലനിർത്താൻ എപ്പോഴും ആക്റ്റീവായി ഇരിക്കുക, ശരീരം ഊർജ്ജസ്വലമായി ഇരിക്കുക. അതായത് പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, ഓസ്റ്റിയോപോറോസിസ്, ആർത്രൈറ്റിസ്, ചിലതരം ക്യാൻസർ തുടങ്ങിയവയൊക്കെ ചെറുത്തു നിർത്താൻ ആക്റ്റീവായി ഇരിക്കുന്നത് വളരെയേറെ ഗുണം ചെയ്യും. 11, ഉപ്പിൻ്റെ അമിത ഉപയോഗം നിയന്ത്രിക്കുക. 12, സുരക്ഷിതവും ശുദ്ധവുമായ ഭക്ഷണം കഴിക്കുക. 13, അരി, പയർ വർഗ്ഗങ്ങൾ തുടങ്ങിയ ഭക്ഷണധാന്യങ്ങൾ വീണ്ടും ചൂടാക്കി കഴിക്കുന്നത് ഒഴിവാക്കുക. 14, ആവശ്യത്തിന് വെള്ളം കുടിക്കുക. ശരീരത്തിലെ മാലിന്യങ്ങൾ ഇല്ലാതാക്കുന്നതിനും അല്ലെങ്കിൽ പുറന്തള്ളുന്നതിനും ശരീരത്തിലെ താപനില നിയന്ത്രിക്കുന്നതിനും ജലത്തിന് പ്രധാനമായ പങ്കുണ്ട്. 15, ഉയർന്ന കൊഴുപ്പ്, പഞ്ചസാര, ഉപ്പ് അടങ്ങിയ പ്രോസസ്ഡ് ഫുഡുകൾ എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുക. 16, വീട്ടിലെ പ്രായമായവരുടെ ഭക്ഷണക്രമത്തിൽ പോഷക സമ്പുഷ്ടമായ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. അതായത് 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ പച്ചക്കറികൾ, പഴങ്ങൾ, ബീൻസ്, പരിപ്പ്, മുട്ട, മത്സ്യം തുടങ്ങിയ മൈക്രോ ന്യൂട്രിയൻസ് സമ്പുഷ്ടമായ ഭക്ഷണങ്ങൾ ശീലമാക്കുക. ഇനി 17, പാക്കറ്റ് ഫുഡ്, ടിൻ ഫുഡ് തുടങ്ങിയവ കഴിക്കുന്നതിന് മുൻപ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭക്ഷണ ലേബലുകൾ ശ്രദ്ധയോടെ വായിച്ചു മനസ്സിലാക്കുക. അതായത് ഭക്ഷണത്തിൻ്റെ പേര്, ചേരുവകളുടെ പട്ടിക, മൊത്തം ഭാരം, ബ്രാൻഡ്, നിർമ്മാതാവിൻ്റെ പേര്, വിലാസം, നിർമ്മാണ തീയതി, എക്സ്പയറി ഡേറ്റ്, സ്റ്റോറേജ് ഇൻസ്ട്രക്ഷൻ, അതായത് ഫ്രിഡ്ജിൽ വയ്ക്കണമോ പുറത്ത് വയ്ക്കണമോ എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ, അലർജി ഡിക്ലറേഷൻ, ഷെൽഫ് ലൈഫ്, എത്ര കാലം ഇതിൽ ഷെൽഫിൽ വയ്ക്കാം എന്നൊക്കെയുള്ള അതിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസുകൾ വായിച്ച് മനസ്സിലാക്കുക. ഇനി ഒരു കാര്യം ചിന്തിക്കേണ്ടതല്ലേ, എന്തുകൊണ്ടാകാം ICMR ഇന്ത്യക്കാർക്ക് വേണ്ടി ഇങ്ങനെ ഒരു ഡയറ്ററി നിർദ്ദേശങ്ങൾ പ്രസിദ്ധീകരിച്ചത്? എന്തുകൊണ്ടാവാം? ചിന്തിക്കൂ. കാരണം ഇന്ത്യയിൽ ക്യാൻസർ കേസുകൾ, കിഡ്നി രോഗങ്ങൾ, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, ഡയബറ്റീസ്, കൊളസ്ട്രോൾ എന്നിവ എല്ലാം തന്നെ വർദ്ധിച്ചു വരികയാണ്. ഇതിനെല്ലാം ഒരു പ്രധാന കാരണം ഈ അല്ലാത്ത ഭക്ഷണശീലവും ജീവിതശൈലിയുമാണ്. ചിന്തിച്ചു തുടങ്ങൂ, പ്രവർത്തിച്ചു തുടങ്ങൂ. നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഈ 17 നിർദ്ദേശങ്ങൾ ഓർത്തു വയ്ക്കുക. മറന്നു പോകാതിരിക്കാൻ വീഡിയോ വീണ്ടും കാണൂ.
നന്ദി, നമസ്കാരം. ഞാൻ സുനിൽ പ്രഭാകരൻ.